ഈ ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ വ്യവസായി ബിസിനസ്സുകാരൻ പലപ്പോഴും വിവാദങ്ങളിൽ നിറയാറുണ്ട്. പല കാരണങ്ങൾ കൊണ്ട്. അടുത്ത കാലത്ത് അദ്ദേഹം ഒരു ലോട്ടറി പോലെ ഒരു ഭാഗ്യക്കുറി ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ ബോച്ചെ ഔട്ട്ലെറ്റുകൾക്ക് വേണ്ടി. അപ്പം അത് ലോട്ടറി വകുപ്പ് ഇടപെട്ടിട്ട് അത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിവാദം വന്നിരുന്നു. ഓരോ ദിവസവും ഓരോരുത്തർക്കും 10 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു സമാന്തര ലോട്ടറി പോലൊരു സംവിധാനം അദ്ദേഹം ഏർപ്പെടുത്തി. കുറേ പേർക്ക് പൈസ കിട്ടി. പക്ഷേ അതിനിടയ്ക്ക് സർക്കാർ ഇടപെട്ടിട്ട് അത് നിയമപരമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ഇടപെടേണ്ടി വന്നു സർക്കാർ. അതേപോലെ പല കാര്യങ്ങളിലും പല വിവാദങ്ങളിലും ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ എന്നുള്ള അടുത്ത കാലത്ത് സ്വീകരിച്ച പേരാണ്. ബോച്ചയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ അത്രയോ അധികം ഫോളോവേഴ്സ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പം അദ്ദേഹം നമുക്ക് അവഗണിക്കാൻ പറ്റാത്ത ഒരു വ്യവസായിയാണ്. പിന്നെ അദ്ദേഹം ഫിലാന്ത്രോപിക്കായിട്ട് പിന്നെ ഈ പറയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ ഇടപെടുന്ന ആളാണെന്ന് അദ്ദേഹം പലപ്പോഴും ഇടപെട്ടിട്ട് പലരെയും സഹായിച്ചിട്ടുണ്ട്. പല വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി സഹായം എത്തിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും കോടിക്കണക്കിന് രൂപ അങ്ങനെ സമാഹരിക്കുകയും അദ്ദേഹം നേരിട്ട് സംഭാവന കൊടുക്കുകയൊക്കെ ചെയ്ത ഒത്തിരി സംഭവങ്ങൾ നമുക്കറിയാം. അപ്പം അതുകൊണ്ട് ബോച്ചയെ ഞങ്ങൾ വിലയിരുത്തുന്നത് അവഗണിക്കാനാവാത്ത ഒരു മലയാളി വ്യവസായി എന്ന നിലയിലാണ്. അദ്ദേഹത്തിൻ്റെ വേഷഭൂഷാദികളും അദ്ദേഹത്തിൻ്റെ രീതികളുമൊക്കെ മറ്റു വ്യവസായികളെ പോലെയല്ല. അതിനകത്ത് ചില മാനറിസങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യങ്ങളാണ്. അതിനെ ചിലപ്പോൾ നമ്മൾ ട്രോൾ ചെയ്യാം, ചിലപ്പോൾ നമ്മൾ കളിയാക്കാം, ചിലപ്പോൾ നമ്മൾ അതിനെ അപ്രീസിയേറ്റ് ചെയ്യാം. അങ്ങനെയുള്ളവരുണ്ട്, ട്രോൾ ചെയ്യുന്നവരുണ്ട്, കളിയാക്കുന്നവരുണ്ട്, അപ്രീസിയേറ്റ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഫുട്ബോൾ ദൈവമായ ഡീഗോ മറഡോണയെ വരെ കേരള മണ്ണിൽ കണ്ണൂരിൽ എത്തിച്ച ആളാണ് ബോച്ചെ. അപ്പോൾ ബോച്ചയ്ക്ക് അത്രമാത്രം രാജ്യാന്തര ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ബോച്ചയെ വിലയിരുത്തുന്നത്. അപ്പോൾ ബോച്ചെ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വ്യക്തിത്വമാണ്. അത് നമ്മൾ ആദ്യമേ അംഗീകരിക്കുക. അക്സെപ്റ്റ് പീപ്പിൾ ആസ് ദേ ആർ. വ്യക്തികളെ അവരായിട്ട് തന്നെ നമ്മൾ അംഗീകരിക്കുക. അംഗീകരിച്ചു കഴിഞ്ഞാൽ പകുതി പ്രശ്നം ഇവിടെ തീർന്നു. ഇവിടെയും വിഷയം അതാണ്. ഈ ബോച്ചയുടെ ഏറ്റവും പുതിയ ആഭരണശാല ആലക്കോട് ഉദ്ഘാടനം ചെയ്യാൻ അതിലെ മുഖ്യ വിശിഷ്ട അതിഥിയായിട്ട് വന്നത് സിനിമാ നടി ഹണി റോസാണ്. അപ്പം അതേപ്പറ്റിയുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവാദമായിരിക്കുന്നത്. ഹണി റോസിൻ്റെ അടുത്ത് ബോബി ചെമ്മണ്ണൂർ ചെയ്തത് ബോച്ച ചെയ്തത് ശരിയായില്ല, സ്ത്രീയെ അപമാനിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. പിന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി എന്ന് പറയുന്നുണ്ട്. നമ്മൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യം, ഈ ചടങ്ങിന് ആദ്യം ഹണി റോസ് അവിടെ വേദിയിലെത്തുന്നു. തൊട്ട് പിന്നാലെ ബോച്ചെ അവിടേക്ക് വരുന്നു, അനൗൺസ്മെൻറ്റ് വരുന്നു. ബോച്ചെ വന്നിട്ട് പിന്നെ ഹണി റോസിനെ സ്വീകരിക്കുന്നു. എന്നിട്ട് പിന്നെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേക ആഭരണം, കഴുത്തിലണിയുന്ന മാല അവിടെ ഒരു ദമ്പതികൾ വാങ്ങുന്നു. അവരുടെ കുട്ടി, എളിയത്തിരിക്കുന്ന കുട്ടിയുടെ കഴുത്തിലേക്ക് അത് അണിയിക്കുന്നു. ആ ചടങ്ങ് അങ്ങനെ കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പൈസയും ക്യാഷായിട്ട് കൊടുക്കുന്നത് നമ്മൾ വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പം അത് സൗജന്യമല്ല, അതിന് ക്യാഷും വാങ്ങുന്നുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താം. അത് കഴിഞ്ഞിട്ട് ഹണി റോസിനെ ഈ പോഡിയത്തിൽ അങ്ങോട്ട് സ്റ്റേജിൽ കൊണ്ടുപോയിട്ട് പിന്നെ ബോച്ചയുമായിട്ടുള്ള മറ്റ് ഫോട്ടോഷൂട്ട് ഒക്കെ അവിടെ നടക്കുന്നു. അതിനിടയ്ക്ക് ഹണി റോസിൻ്റെ ഒരു പ്രത്യേക ആഭരണം, ഈ ജ്വല്ലറിയിൽ നിന്ന് എടുക്കുന്നതിൻ്റെ പ്രത്യേകത, അതിന് മുമ്പിലും പിന്നിലും അലങ്കാരങ്ങളുള്ള ഒരു പ്രത്യേക ആഭരണം, ഒരു മാലയാണത്. അപ്പോൾ അത് മുന്നിൽ നിന്ന് അതിട്ടിട്ട് മുന്നിൽ നിന്നുള്ള വീഡിയോ, ഹണി റോസിൻ്റെ വീഡിയോ നമ്മൾ കാണുന്നു. അതിനുശേഷം ഇതിൻ്റെ പിന്നിലും കാണാനുണ്ട്. അപ്പം ബോച്ചെ അനൗൺസ് ചെയ്യുന്നു, പ്രഖ്യാപിക്കുന്നു, മുന്നിൽ കണ്ടല്ലോ, ഇതിനെ പിന്നിൽ കൂടെ ഒന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് ബോച്ചയുടെ കൈ പിടിച്ചിരിക്കുന്ന ഹണി റോസിനെ ബോച്ചെ ഒന്ന് ചുറ്റുന്നു, ഒന്ന് കറക്കുമ്പോൾ ഹണി റോസിൻ്റെ ഈ ബാക്ക് സൈഡിലെ ഈ ആഭരണം, ഇവിടുത്തെ അതിൻ്റെ പ്രത്യേകതയും കാണാൻ രൂപത്തിൽ. അപ്പം അതിന് പറ്റിയൊരു ഡ്രസ്സാണ് ഹണി റോസ് ഇട്ടിരിക്കുന്നത്. ആ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ കോളറൊന്നും ഇല്ലാത്ത, കോളർ വളരെ താഴ്ന്നു കിടക്കുന്ന ഷർട്ട് പോലെ തോന്നിക്കുന്ന ഒരു മേൽവസ്ത്രമാണ് ഹണി റോസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മാലയുടെ ബാക്കും അവിടെ വളരെ വിസിബിളാണ് ക്യാമറയിലോ നേരിട്ട് കാണുന്നവർക്ക്. അപ്പം ഇങ്ങനെ കറക്കിയിട്ട്, അപ്പം അതിനു മുമ്പ് പറയുന്ന ഒരു കാര്യമാണ്, ഹണി റോസിനെ കണ്ടപ്പോൾ ഞാൻ മഹാഭാരതത്തിൽ അഭിനയിച്ച നടി കുന്തി ദേവിയായിട്ട് അഭിനയിച്ച നടിയെയാണ് ഞാൻ ഓർക്കുന്നത് എന്ന് പറഞ്ഞു. ആ നടിയുമായിട്ട് അത്രയും സാമ്യമുള്ള, വളരെ സൗന്ദര്യമുള്ള ഒരാളാണ് ഹണി റോസ് എന്ന് ബോച്ചെ പറയുന്നുണ്ട്. പിന്നെ ബോച്ചെ ഹണിയെ സ്വീകരിക്കുമ്പോൾ പറയുന്ന ഡയലോഗും വളരെ രസകരമാണ്. അതായത്, എൻ്റെ ഹണി ഇല്ല, റോസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. റോസാപ്പൂവ്
ഈ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ നേരത്തെ വീഡിയോയിൽ ഈ പറഞ്ഞു വന്ന വീഡിയോയിൽ നേരത്തെ ബോച്ചയെ ഹണി റോസിന് സമ്മാനിക്കുന്നുണ്ട്. അവരത് കൈനീട്ടി വാങ്ങുന്നു. അപ്പൊ അതൊക്കെ വളരെ സാങ്കത്യമുള്ളൊരു കാര്യം. അപ്പൊ ഇതിനെ പിന്നെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാം. ഈ ഈ ദുഷ്ടലാക്കോടെ എന്തിനേയും കാണുന്ന ആൾക്കാർ ആണല്ലോ ഈ നാട്ടിൽ കൂടുതലും, ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലും ട്രോളുന്നവര്. അപ്പൊ എൻ്റെ കണിയില്ല, റോസ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിനെ വേണേ കൊളോയ്ക്കലായിട്ട് വ്യാഖ്യാനിക്കാൻ പിന്നെ സാധിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക്, നല്ല ബുദ്ധിയല്ലാതെ അതിനെ മോശ ബുദ്ധിയിൽ കാണുന്നവർക്ക് ഹണി ഇപ്പം ഇല്ല, റോസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ ആൾക്കാർക്ക് സാധിക്കും. അതേപോലെ വട്ടം കറക്കിയിട്ട് ഫ്രണ്ട് കണ്ടല്ല ബാക്ക്വേഡ് ഒന്ന് കണ്ടോളൂ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരു ദുഷ്ടവ്യാഖ്യാനം കൊണ്ടുവരാൻ ഈ ദുഷ്ടലാക്കോട് നോക്കുന്നവർക്ക് സാധിക്കും. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, നമ്മുടെ പ്രേക്ഷകർക്ക് ഞാൻ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലാവും. ഇനി മൂന്നാമത്തെ ഒരു ദുഷ്ടലാക്കൂടുണ്ട്, ഈ കുന്തി ദേവി എന്നുള്ള പ്രയോഗം. അതിനെ പിന്നെ വക്രീകരിച്ചിട്ട് ഒരക്ഷരം മാറ്റിയാൽ അതിനെ വേറൊന്നാക്കാൻ പറ്റും. അത്തരം കമൻറ്റുകൾ വന്നുകൂടായില്ല. അപ്പം ഈ ദോഷൈക ദൃക്കുകൾക്ക് വളരെ വ്യാഖ്യാനിക്കാവുന്ന രൂപത്തിലാണ് ബോച്ചയുടെ ഈ ചടങ്ങ് നടന്നത്. എന്നാൽ അതിൻ്റെ അകത്ത് മോശമുണ്ടെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഞങ്ങളൊരു മോശം കാണുന്നില്ല. അവിടെ അശ്ലീലമൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിനകത്തൊന്നും ബോച്ചയ്ക്ക് എന്താ നേട്ടം? ബോച്ചെ കച്ചവടക്കാരനാണ്, ബിസിനസ്സുകാരനാണ്. പരസ്യങ്ങളൊന്നും നൽകാതെ ഒരു ബിസിനസ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാമെന്ന് നല്ല ബോധമുള്ള വളരെ ബുദ്ധിമാനായ ഒരു വ്യവസായിയാണ്, ബിസിനസ്സുകാരനാണ് ബോച്ചെ എന്നുള്ളത് മലയാളി മനസ്സിലാക്കുക. 5 പൈസയുടെ പരസ്യം കൊടുക്കാതെ ഹണി റോസിന് ഒരു പാരിതോഷികവും ഒരു ഡൊണേഷനോ അതെന്തോ അദ്ദേഹത്തിൻ്റെ കാര്യം, അവരുടെ കാര്യം കൊടുത്തിട്ട് ഇത്രയും പബ്ലിസിറ്റി തൻ്റെ ഏറ്റവും പുതിയ സ്വർണ്ണക്കടയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അപാര ബുദ്ധി ബോച്ചയ്ക്കുണ്ടെന്ന് ബോച്ചയെ ചൊറിയുന്ന ട്രോൾ ചെയ്യുന്ന ഈ മലയാളികൾ മനസ്സിലാക്കുക. അപ്പം ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായത്. അപ്പം ഈ 3 കാര്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള വകുപ്പ് അവിടെ കിടക്കുന്നു. അത് പലരും ട്രോൾ ചെയ്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ വസ്തുത. അപ്പോൾ ബോച്ചെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ബോച്ചെ എത്രയോ പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു ബിസിനസ് മാനാണ്. ചെറിയ കാര്യമല്ല. ഇപ്പം നമ്മൾ ഒരു ജോലിക്ക് പോകുന്നതിന് പകരം നമ്മൾ പഠിച്ച് ഒരു നിലയിലെത്തിയിട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങിയിട്ട് നമ്മളൊരു 1-2 പേർക്കെങ്കിലും, 10 പേർക്ക് പോലും വേണ്ട, ഒരു 2-3 പേർക്കെങ്കിലും നമ്മൾ ജോലി കൊടുക്കുന്ന ഒരു ചെറിയ എൻ്റർപ്രണറായിട്ടെങ്കിലും നമ്മൾ മാറിയാൽ ഈ നാട് എത്രയോ നന്നാവും. ഇത് ആറ്റുനോറ്റ് വേഴാമ്പലിനെ പോലെ എനിക്കൊരു ജോലി തരണം, ജോലി കിട്ടിയില്ല ഞാൻ ജീവിക്കുള്ളൂ, എനിക്കൊരു ജോലി വേണം എന്ന് പറയുന്ന മലയാളികളാണ് ഭൂരിപക്ഷം. ഒരു എൻ്റർപ്രണർ ആവാൻ പറ്റുന്ന എത്ര മലയാളികളുണ്ട്? ഒരാൾക്കല്ല 2 പേർക്ക് ഒരു സ്വന്തമായിട്ടൊരു കാര്യം തുടങ്ങിയിട്ട് ഏതാവട്ടെ ജോലി കൊടുക്കാൻ കഴിഞ്ഞാൽ തന്നെ ഈ നാട് എത്ര രക്ഷപ്പെടും. അതായത് PSC പരീക്ഷ എഴുതി ഇങ്ങനെ വേഴാമ്പലിനെ പോലെ ഇങ്ങനെ എപ്പം മഴ വരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുന്ന ആ ഒരു മലയാളിയുടെ മനസ്സുണ്ടല്ലോ, ആ മനസ്സാദ്യം മാറിയിട്ട് മലയാളികൾ എൻ്റർപ്രണർ ആവണം. ഓരോ മലയാളി അങ്ങനെ അതിൽ നിന്ന് സ്വരൂപിക്കുന്ന ഒരു സമ്പത്ത് കൊണ്ട് എത്രയോ പേർക്ക് ജീവിതം കൊടുക്കാൻ പറ്റും. ബോച്ചെ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ചാരിറ്റി ചെയ്യുന്നുണ്ട്, അദ്ദേഹം 100 കണക്കിന് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെറിയ കാര്യമാണ്. ഈ ട്രോൾ ചെയ്യുന്ന മലയാളികൾ ചിന്തിക്കണം. ഇത് ഓരോ മലയാളി, അയാളെ കളിയാക്കുന്ന മലയാളികൾ ചിന്തിക്കുക, ബോച്ചെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതൊക്കെ ഓരോ വഴിക്ക് അങ്ങനെ പോകും. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ഷോറൂം മാർക്കറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്തു. അത് കണ്ട് പഠിക്കുക. അസൂയ വേണ്ട. അയാൾ ചെയ്തത് എന്താണെന്ന് ബോച്ചെ ചെയ്തതെന്ന് അത് കണ്ടുപിടിക്കുക. വളരെ ബുദ്ധിപരമായിട്ടാണ് ബോച്ചെ കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത്. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം.